ഹായ് മച്ചാമാരെ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ട് പറയാൻ പോണത് കങ്കുവ സിനിമ കുറിച്ചാണ്. അതായത് ഫസ്റ്റ് ഷോ 600 രൂപ കൊടുത്ത് കണ്ട ഞാനാണ്. അപ്പോൾ സംഭവം വന്നിട്ട് പടം നിറയെ നിങ്ങൾ റിവ്യൂ കണ്ടു കാണുമല്ലോ. വലിയ ഉഷാറൊന്നുമില്ല, അത്യാവശ്യം ഇതാണ്. പിന്നെ മെയിനായിട്ട് കുറേ പേര് നെഗറ്റീവ് ഇട്ടായിരുന്നു. അങ്ങനെ നെഗറ്റീവ് ഇടാൻ മാത്രം എന്ന് പറഞ്ഞാൽ പടം നെഗറ്റീവാണ്. സംഭവം വേറെ ഒന്നുമില്ല. ഞാൻ നോക്കിയെടുത്തോളം എനിക്ക് പടത്തിൽ സത്യം പറഞ്ഞാൽ ഒന്നും മനസ്സിലായില്ല. എനിക്ക് തിയേറ്ററിൽ നിന്ന് തലവേദന വന്നതാണ് മിച്ചം. ഞാൻ കുറച്ചു നേരം ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. ഒരു കഥ ആദ്യമേ പഴയ ഒരു ഇതും പിന്നെ പുതിയ ഒരു ന്യൂ ജനറൽ അങ്ങനത്തെ ഒരു രണ്ട് മോഡലായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഇടയിലായിട്ട് മാച്ച് ആവണ ഒരു സ്റ്റോറിയും ഇല്ല. എന്ത് സ്റ്റോറിയാണെന്ന് എനിക്ക് ക്ലിയറാണ് മനസ്സിലായില്ല. മനസ്സിലായവരുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യണം. എനിക്ക് സത്യം പറഞ്ഞാൽ സ്റ്റോറി എന്തിനാണെന്ന് മനസ്സിലേ ആയില്ല. പഴയ ഒരു കാട്ടുവാസി പോലത്തെ ഒരു ഇതും പിന്നെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സൂര്യ, അങ്ങനെ രണ്ട് സൂര്യയാണ്. ഇതിൽ ഒരു പയ്യനാണ് മെയിൻ ഹൈലൈറ്റ്. മൊത്തം പടവും ഒരു പയ്യന് വേണ്ടിയാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പം ഈ പയ്യന് സത്യം പറഞ്ഞാൽ ഇതിൽ വലിയ റോളില്ല. ഇവന്റെ അച്ഛനും അമ്മയും ഇതേപോലെ അവന്റെ അച്ഛനാണ് തെറ്റ് ചെയ്യുന്നത്, ഒരു വില്ലനാവും. അത് രണ്ടാമത് അവരെ കൊന്നതിന് ശേഷം പയ്യനെ രക്ഷപ്പെടുത്താൻ പറഞ്ഞിട്ട് അവന്റെ അമ്മ ചാവും. പക്ഷെ ആ പയ്യൻ ലാസ്റ്റ് സൂര്യനെ തന്നെ കുത്തും. എന്നിട്ട് പിന്നെ ഇവൻ സൂര്യ ആ പയ്യനെ രക്ഷപ്പെടുത്തും. അങ്ങനെ രക്ഷപ്പെടുത്തുക. പിന്നെ അടുത്ത മറുജന്മത്തില് പുതിയ ഇപ്പോഴത്തെ ഇതിലും അതേപോലെ പിന്നെ ആ പയ്യനെ പിടിക്കാൻ വേണ്ടി ഫ്ലൈറ്റിലും ഹെലികോപ്റ്ററിലും ഭയങ്കര ഒരു ഇൻട്രസ്റ്റ്, മാസ് ഇൻട്രസ്റ്റിൽ വരും ആ പയ്യനെ പിടിച്ചോണ്ട് പോയി. എന്തിനാണ് പിടിച്ചോണ്ട് പോകണമെന്ന് അറിഞ്ഞൂടോ. അത്രയും വലിയൊരു ബിൽഡപ്പിൽ വന്നിട്ട് സൂര്യ പോയി ആ പയ്യനെ രക്ഷപ്പെടുത്തിയതും പടം തീരും. പക്ഷെ ഇതില് മാച്ചിങ് ആയിട്ട് ഒരു ഒറ്റ സ്റ്റോറി പോലും ഇല്ല. പക്ഷെ ഇതിൽ എനിക്ക് തോന്നുന്നത് ഇവർ ഇതിന്റെ കണക്ടിങ് എല്ലാവരും 2-ല് കൊണ്ടുവരാനാണോ എന്ന് അറിയാൻ പാടില്ല. ലാസ്റ്റ് 2 എന്ന് പറഞ്ഞുകൊണ്ട് പടം നിർത്തും. ഇതില് ഇടയിൽ മെയിൻ വിഷയം എന്തെന്ന് പറഞ്ഞാൽ ഇന്റർവ്യൂ കണ്ടു കാണുമല്ല, ശിവ ഇതിന്റെ ഡയറക്ടർ പുള്ളി പറഞ്ഞായിരുന്നു 2000 കോടി അടിക്കുമെന്ന്. സംഭവം 2000 കോടി അടിക്കാന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ലോജിക് ഉണ്ടെങ്കിൽ പടം പിന്നെ ഓടിയേനെ. ഇതിൽ ഒരു ലോജിക്കും ഇല്ല എനിക്ക് കണ്ടു. പക്ഷെ BGM ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ല, നമുക്ക് കേൾക്കുമ്പോൾ ഒരു ഹരാണ്. എന്ത് പറയാൻ, ഭയങ്കര രസമുള്ള ഒരു BGM. പക്ഷെ BGM തന്നെ ഫുള്ളായത് സംസാരിക്കണ ഒന്നും കേൾക്കില്ല. ഫുൾ BGM കങ്കുവ നമ്മളെ സൈഡ് എഫക്റ്റ് ഭയങ്കരമായിട്ട് ഫുൾ കങ്കുവ ആ ഒരു BGM അതിലുണ്ട്, തുടക്കം തൊട്ട് ലാസ്റ്റ് വരെ. പിന്നെ എനിക്ക് കണ്ടെടുത്തോളം എനിക്കൊന്നും മനസ്സിലായില്ല. പക്ഷെ പടം ഇത് സംഭവം വന്നിട്ട് നമ്മൾ ഇടയ്ക്ക് മാർട്ടിന് നിങ്ങൾ കണ്ടായിരുന്നു. മാർട്ടിന് പിന്നും നമുക്ക് ചെറിയൊരു സ്റ്റോറി, അതിലും വലിയ ഇതൊന്നും ഇല്ല, ഫുൾ ഫൈറ്റും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ അതിൽ ചെറിയൊരു സ്റ്റോറി ലിങ്കെങ്കിലും ഉണ്ട്. ഇതിൽ അതുപോലും ഇല്ല. ഇതിൽ സ്റ്റോറി എന്ന് പറഞ്ഞ സാധനമില്ല. എങ്ങനെ പുള്ളി ഡയറക്റ്റ് കഥ എഴുതിയെന്ന് അറിയാൻ പാടില്ല ശിവ എന്ന് പറയണേ. അപ്പോഴേ എന്നിട്ടാണ് ഈ ഡയലോഗ് അടിച്ചത്. സംഭവം വന്നിട്ട് പഴയ ആൾക്കാരിന്റെ ആ ഒരു ഫീലൊക്കെ എടുത്താലും നമുക്ക് കണ്ടിരിക്കുന്നവർക്ക് നമുക്ക് ആ ഒരു ഫീൽ അടിക്കണ്ടേ. പിന്നെ സൂര്യനെ കുറ്റം പറയില്ല, സൂര്യ അടിപൊളി ആക്ടിങ് ആണ്. സൂര്യയുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല, അത്യാവശ്യം നല്ല ആക്ടിങ് കാര്യങ്ങളൊക്കെയാണ് പുള്ളി. പക്ഷേ കഥ തന്നെ നമുക്ക് മാച്ചിങ് ആയിട്ട് നമ്മൾ വിചാരിച്ചു പോയ ഇത്. ഞാനൊക്കെ 600 രൂപ ടിക്കറ്റ് എടുത്തെന്ന് പറഞ്ഞാൽ പടം സൂര്യ എത്ര 2 വർഷത്തിന് ശേഷം വരെയില്ലേ, അത്യാവശ്യം നല്ല രീതിക്ക് പടം പിടിക്കും എന്നുള്ള ഒരു മാസ് എൻട്രി ആയിരുന്നു വിചാരിച്ചു പോയത്. നമ്മൾ പ്രതീക്ഷിച്ച് പോയത് മാത്രമല്ല ഒട്ടും തന്നെ ഇല്ല. അങ്ങനെ ഇതായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ പിന്നെ ഇന്നലെ ജ്യോതിക മാം ഇട്ടിരുന്ന ഒരു ചെറിയൊരു ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിൽ അതിൻ്റെ ഒരു ഇത് കമൻറ്റും കൂടെ കണ്ടത്. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കണ് ഇതേപോലെ എല്ലാവരും കൂടെ വേണമെന്ന് നെഗറ്റീവ് അടിക്കണ് എന്നൊക്കെ പറഞ്ഞ്. അതായത് പുള്ളിയുടെ പടം അടിപൊളിയാണ്, ഫസ്റ്റ് ഓഫ് ഒരു അരമണിക്കൂർ മാത്രമേ ലാഗുള്ളൂ, ബാക്കി മൊത്തം മാസമാണ്, നെഗറ്റീവ് അടിച്ചാണ് പടത്തിൻ്റെ റിവ്യൂ ഇങ്ങനെ കുറയ്ക്കുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ഇത് എഴുതി വിട്ടായിരുന്നു. അപ്പം അത് ഞാൻ വായിച്ചിട്ട് ഞാൻ വേറെ ഒന്നുമില്ല, ഞാൻ നോക്കി. സംഭവം വേറെ ഒന്നുമില്ല. അവർ പറഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ അത് സപ്പോർട്ട് ചെയ്യാം. അവർ പറയണ ഹസ്ബൻഡ് എന്നുള്ള ഒരു നിലയ്ക്കല്ല ഞാൻ ഇത് പറയണത്, നാച്ചുറലായിട്ടാണ് പറയണതെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ കണ്ടു നിൽക്കുന്നവർക്ക് അത് തോന്നണ്ടേ. ഞാൻ നോക്കിയപ്പം എൻ്റെ ഒരു ഇത്, പക്ഷേ ഒരാൾ കാണുന്ന പോലെ അല്ല മറ്റൊരാൾ. എൻ്റെ ഫ്രണ്ട്സ് കുറെ പേരൊക്കെ കണ്ടവർ പറഞ്ഞ്, പിന്നെ സൂര്യ ഫാൻസ് ആയിട്ടുള്ളവർ അങ്ങനെ വിട്ടുകൊടുക്കൂല. അവരുടെ അടുത്ത് പറഞ്ഞു കൊള്ളാമെന്ന് പറഞ്ഞു. ഞാൻ വിട്ടുകൊടുത്തു. ഞാൻ പറഞ്ഞു ശരി കുഴപ്പമില്ല എന്ന് പറഞ്ഞു. സമാധാനമൊന്നുമില്ല. പിന്നെ ഓരോക്കും ഓരോ ടേസ്റ്റ് ഇല്ല. ചിലവർക്ക് ഇഷ്ടപ്പെട്ടവർ കാണും, ചിലവർക്ക് ചിലപ്പോൾ ആ ഒരു ഫീൽഡ് ആ ഒരു കഥ ഇല്ലെങ്കിലും ആ ഒരു ഫൈറ്റും സീനും ഒക്കെ കാണുമ്പോൾ ചിലവർ ഇഷ്ടപ്പെട്ടവർ കാണും. എൻ്റെ അറിവിൽ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയാൻ പറ്റില്ല. അത്യാവശ്യം ജസ്റ്റ് കാണാം. കങ്കുവ എന്നുള്ള ഒരു പേരിന് സൂര്യയുടെ പടമായതുകൊണ്ട് ജസ്റ്റ് ഒരു തവണ കാണാം. അങ്ങനെ കണ്ടു. പിന്നെ അത്യാവശ്യം നിങ്ങൾക്ക് കാണണമെങ്കിൽ കാണണ്ട എന്ന് ഞാൻ പറയൂല, പോയി കാണാം. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ചേർത്താ അവർ പടം ഇറക്കുന്നത്. അപ്പോഴവർ നഷ്ടത്തിൽ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടില്ലേ. അവർ വിചാരിച്ച പൈസ, അതും 300 സംതിങ് കോടി ബഡ്ജറ്റിൽ ഇറക്കിയ പടം.
അതിനനുസരിച്ചുള്ള ഇത് അതുകൊണ്ട് ആരും നെഗറ്റീവ് അടിക്കണമെന്നല്ല, നമ്മളെ ഒരു റിവ്യൂ വരുന്നത് അത് പറയാൻ്റെ സാഹസം നമുക്കുണ്ട്. അപ്പോൾ നമ്മൾ കുറ്റപ്പെടുത്താൻ അങ്ങനെ ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല. ഞാൻ കണ്ടു, എനിക്ക് ഇഷ്ടമെങ്കിലും ഒരു മാച്ചിങ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഒരു വിഷയമില്ലായിരുന്നു. കാരണം നമുക്ക് ശരി സ്റ്റോറി എങ്കിലും ഉണ്ടെന്ന് പറയാം, ആ പടത്തിൽ സ്റ്റോറി മാച്ചിങ് ഇല്ല, അതാണ് മെയിൻ വിഷയം. ഞാൻ നോക്കിയപ്പോൾ സ്റ്റോറി കണ്ട് മനസ്സിലായവരുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് കമൻറ്റ് ഇടുക അതെന്താണ് സ്റ്റോറി എന്ന്. പക്ഷേ സ്റ്റോറി എന്ന് പറഞ്ഞാൽ മാച്ചിങ് ആയിട്ടുള്ള സ്റ്റോറി എന്ന് പറയാനില്ല, അല്ലാതെ പഴയ ഒരു സ്റ്റോറി പുതിയൊരു സ്റ്റോറി അങ്ങനെ നോക്കാം. പക്ഷെ കഥ വന്നിട്ട് അത്ര ലിങ്ക് ആവണില്ല. എന്താ പറയുക, നമ്മൾ കണ്ടിരിക്കുമ്പം പെട്ടെന്ന് പഴയതിൽ പോവും, പിന്നെ പുതിയതിൽ വരും, പിന്നും പഴയതിൽ പോവും. ഒരു സോങ്, നടി, അതൊക്കെ എന്ത് ഇതാണെന്ന് ഒന്നും എനിക്ക് മനസ്സിലായില്ല സത്യം പറഞ്ഞാൽ. കുറച്ചു നേരം ഞാൻ ഇങ്ങനെ കണ്ട് അവസാനമായപ്പോൾ എനിക്ക് തന്നെ മടുപ്പ് തോന്നി. എന്നിട്ടും പടം ഫുള്ളാ കണ്ടു ഞാൻ. കാണാം, സൂര്യ ഫാൻസ് അങ്ങനെ കുറ്റപ്പെടുത്തണമല്ല, അടിപൊളിയാണ്. നിങ്ങൾക്ക് ഒരു തവണ കാണാം, സൂര്യയ്ക്ക് വേണ്ടി കാണാം, കാരണം സൂര്യയുടെ ആക്ടിങ് ഒക്കെ അടിപൊളിയാണ്. സ്റ്റോറി തന്നെ കുറച്ച് അത് ശിവ ഏത് ഉദ്ദേശത്താണ് ഈ സ്റ്റോറി എഴുതിയെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഡയറക്ടറാണ്, വലിയൊരു ഡയറക്ടറാണ്. എന്നാലും എനിക്ക് തോന്നുന്നു ഇതിൻ്റെ വലിയൊരു ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ രണ്ടാം ഭാഗത്തിൽ വരുത്താം എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് പുള്ളി ഇങ്ങനെ എടുത്തതെന്നാണ് തോന്നുന്നത്. അപ്പോൾ രണ്ടാം ഭാഗത്തിലെല്ലാം കൂടെ കണക്ട് ചെയ്തെടുക്കാന്നുള്ള ഒരു പ്ലാൻ ആയിരുന്നു എന്ന് തോന്നുന്നു പുള്ളിയില്. പക്ഷെ അത് കുറച്ച് ഫെയിലിയറായി എന്നൊരു തോന്നലുണ്ട്. പിന്നെ റിവ്യൂ ജസ്റ്റ് ഒന്ന് പറയണമെന്ന് തോന്നി. കാരണം എന്ന് പറഞ്ഞാൽ കുറേ പേര് കാണാത്തവർ കാണുമല്ലോ. അപ്പോഴേ സംഭവം എന്താണെന്ന് ഈ ചിലവരെല്ലാവരും നെറ്റ് എന്ന് പറയുമ്പോൾ കാണാതിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ കാണാതിരിക്കാൻ വേണ്ടി പറയണമെന്നൊന്നുമില്ല, കാണാം, ഒരു തവണ കാണാം. കാരണം ഏത് പടത്തിലും ഒരു പടത്തിൽ ഇല്ലാത്ത ഒരു ടാലൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം അടുത്തൊരു പടത്തിലുണ്ടാവും. അതിനു വേണ്ടി നമുക്ക് കാണാം, അങ്ങോട്ടും ഇങ്ങോട്ടും കാണാം. നമുക്ക് ചിലപ്പോൾ ഇതിൽ കാണുമ്പോൾ എന്തെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒന്ന് കാണും. ആ ഒരു പ്രതീക്ഷയിൽ നമുക്ക് കാണാം, കാണാതെ ഇരിക്കരുത് എന്ന് പറയുന്നില്ല. പിന്നെ ജസ്റ്റ് ഓക്കെ ബൈ. എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബും കമൻറ്റ് ചെയ്യണേ. ബൈ ബൈ.